2025 ആകുമ്പോഴേക്ക് എൻ്റെ ബിസിനസ് കുറവായി, ബിസിനസ് ഇല്ല, കസ്റ്റമർ ഇല്ല, എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു നിന്നു. എൻ്റെ പഴയ അറബിക് മാസ്റ്ററായി തന്നെ തുടരണോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഡോക്ടർ വിപിൻ സാറിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പരസ്യം കാണുന്നത്. പലരും പറഞ്ഞത് ഡയമണ്ടിൽ കയറിയാൽ നിങ്ങളെ ബിസിനസ്സിനെ പുതിയ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാം. ഞാൻ തീരുമാനിച്ചു, ഞാനും ഡയമണ്ടിൽ കയറി. ഇപ്പൊ പ്രതിമാസം 2 ലക്ഷവും അതിനേക്കാൾ മുകളിൽ എനിക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൊല്ലം മുഴുവനും നിങ്ങൾക്ക് ഒരു സീസണായി മാറ്റാം. 6 മാസം കൊണ്ട് ഇദ്ദേഹം ഓൺലൈനിലൂടെ നേടിയേക്കുന്നത് 18 ലക്ഷം രൂപയാണ്, അതും ടെക്സ്റ്റൈൽസ് ബിസിനസ്സിലൂടെ. സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ക്ലാപ്പ് ചെയ്ത് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, let me invite Mr. Ali Haider. Ali Haider, yes, using hypnotic business triangle 6 മാസം കൊണ്ട് 18 ലക്ഷം രൂപ ടെക്സ്റ്റൈൽ ഷോപ്പ് ബിസിനസ് ഓണർ. എല്ലാരും ചൊല്ലുന്നതല്ലിവൻ കച്ചുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാണ്, ലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാനൻ കടലാണ്, നീന്തി കയറിയ പോരിശയുള്ളൊരു ഒരു ടെക്നിക്കൽ അറിവുമില്ലാതെ എൻ്റെ ബിസിനസ്സിൽ 18 ലക്ഷം അച്ചീവ് ചെയ്തതിൻ്റെ രഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളിൽ എത്ര പേർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ്? നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ആ രഹസ്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവോ? ഓക്കെ, എൻ്റെ പേര് അലി ഹൈദർ. ജനിച്ചത് മംഗലാപുരം ദേറളക്കട്ട മുടിപ്പി എന്ന പ്രദേശത്തിലാണ്. എൻ്റെ അച്ഛന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഇടയ്ക്കിടെ നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ബിസിനസ്സിനോടുള്ള താല്പര്യം വരുന്നത്. എൻ്റെ അച്ഛൻ ഇപ്പോൾ മരിച്ച് 5 കൊല്ലത്തോളമായി. ജ്യേഷ്ഠന്മാർ ബിസിനസ് നടത്തി പോന്നു. എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആ രഹസ്യം ഒരു സ്റ്റോറിയിലൂടെ തുടങ്ങാം. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, ഭാര്യ, 4 മക്കൾ വളരെ ഹാപ്പിയായി ജീവിക്കുന്നു. ഞാൻ ഒരു അറബിക് ടീച്ചറായിരുന്നു. പാർട്ട് ടൈമിൽ ഒരു ഊത് പൗഡർ ഉണ്ടാക്കുന്ന, പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ ജോലിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുതലാളിയുടെ ശല്യം കൊണ്ട് എനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് നടത്തണം എന്ന ആഗ്രഹം വരുന്നത്. അങ്ങനെ 2020 ഞാനും എൻ്റെ സുഹൃത്ത് ഇർഫാൻ ഹുമൈദി, അദ്ദേഹം നമ്മുടെ ഈ JJ സക്സസിൻ്റെ ഡയമണ്ട് മെമ്പറും കൂടിയാണ്, ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹവും കൂടി 2020 ഒരു പെർഫ്യൂം ബിസിനസ് തുടങ്ങി. 1 വർഷം 1.5 വർഷം ഇങ്ങനെ കഴിയുമ്പോഴേക്ക് ബിസിനസ് ഒന്നും ഇല്ലാതെ, ബിസിനസ് കുറവായി, നമ്മുടെ ഷോപ്പ് നാം പൂട്ടേണ്ടി വന്നു. വീണ്ടും വേറെ ഒരു സ്ഥലം നോക്കി വീണ്ടും ഞങ്ങൾ രണ്ടാളും ബിസിനസ് തുടങ്ങി. അതും 1 വർഷം മുന്നോട്ട് പോയില്ല. കസ്റ്റമറൊന്നുമില്ലാതെ ബിസിനസ് തകർന്ന് തരിപ്പടമായി, അതും പൂട്ടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഇൻലൈറ്റ് അക്കാഡമിയിൽ ജ്യേഷ്ഠൻ്റെ സഹായമായി അങ്ങനെ പോയി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ നിന്നാൽ പോരാ എന്ന് വിചാരിച്ച് വീണ്ടും ഒരു നല്ല സ്ഥലം കാണുകയും അവിടെ വെച്ച് ഒരു കന്തുറ, കുടുത്ത, ഇസ്ലാമിക് ടോപ്സ്, ക്യാപ്സുകൾ തുടങ്ങിയ ടെക്സ്റ്റൈൽസ് ബിസിനസ് ആരംഭിച്ചു. 1-2 വർഷങ്ങൾ നല്ല ബിസിനസ് ആയിരുന്നുവെങ്കിലും 2025 ആകുമ്പോഴേക്ക് എൻ്റെ ബിസിനസ് കുറവായി, ബിസിനസ് ഇല്ല, കസ്റ്റമർ ഇല്ല, എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു നിന്നു. എൻ്റെ പഴയ അറബിക് മാസ്റ്ററായി തന്നെ തുടരണോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഡോക്ടർ വിപിൻ സാറിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പരസ്യം കാണുന്നത്. നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ ഏത് പ്രോഡക്റ്റുകൾ വിൽക്കുകയാണെങ്കിലും, എന്ത് സ്ട്രഗിളുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും, നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ എന്ന് പറയുന്ന ആ പരസ്യത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയും ആദ്യമായിട്ട് സാറിൻ്റെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കോൺഫിഡൻറ്റ് വന്നു. എൻ്റെ ബിസിനസ്സിന് ഇതൊരു സൊല്യൂഷനാണെന്ന് മനസ്സിലായി. അന്നത്തെ ആ ക്ലാസ്സിൽ സാർ സിൽവറിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞാൻ സിൽവറിൻ്റെ മെമ്പറായി. യഥാർത്ഥത്തിൽ പലതിലും പൈസ കളഞ്ഞ ഞാൻ
സിൽവർ എടുക്കുമ്പോൾ ഒരു 8000 അല്ലേ, പോയാൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ സിൽവർ എടുത്തത്. പക്ഷേ സിൽവറിൽ കയറിയതിന്റെ ശേഷം സാർ തരുന്ന ഓരോ ക്ലാസ്സുകൾ അത് എന്റെ ബിസിനസിന്റെ ഓരോ സൊല്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ DMRന്റെ സമയം വന്നു. കഴിഞ്ഞ നവംബറിന്റെ DMRൽ ആദ്യമായിട്ട് മംഗലാപുരത്ത് നിന്ന് ഒരു ഫ്രണ്ട്സുമാരുമില്ലാതെ ഞാൻ ട്രെയിൻ കയറി. അപ്പോൾ വിചാരിച്ചു, ഇത്രേ ദൂരത്തേക്ക് പോകണോ? ട്രെയിനിൽ നിന്ന് ഞാൻ ഇറങ്ങി, വീട്ടിലേക്ക് പോകാം, മനസ്സ് സമ്മതിക്കുന്നില്ല. വീണ്ടും ട്രെയിനിൽ കയറി. അങ്ങനെ ഞാൻ കഴിഞ്ഞ DMRൽ ഇവിടെ വന്നപ്പോൾ അന്നത്തെ DMR ആയിരുന്നു എന്നെ മാറ്റിമറിച്ചത്. പലരുടെയും സ്പീച്ചുകൾ, പല ഡയമണ്ട് മെമ്പറിന്റെ സ്പീച്ചുകൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു. അവർ പലരും പറഞ്ഞത്, ഡയമണ്ടിൽ കയറിയാൽ നിങ്ങളെ ബിസിനസ്സിനെ പുതിയ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാം. ഞാൻ തീരുമാനിച്ചു, ഞാനും ഡയമണ്ടിൽ കയറും. അങ്ങനെ ഡിസംബറിന്റെ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിൽ ഞാൻ ഡയമണ്ടിൽ കയറി. അന്ന് മുതലായിരുന്നു എൻ്റെ മനസ്സിന് എന്തോ ഒന്ന് കിട്ടിയതുപോലെ, എൻ്റെ ബിസിനസ്സിന് പുതിയ എന്തോ വന്നതുപോലെ. അങ്ങനെ ഞാൻ വിപിൻ സാർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും എൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രിയ മാമിൻ്റെ സഹായത്തോടു കൂടി ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പരസ്യം കൊടുത്തു. 40 ലീഡ്സുകൾ വന്നു, 2 ക്ലോസ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരസ്യം കൊടുക്കുന്നതിലൂടെയാണ് കാര്യം. ഓരോ ആഴ്ചകൾ കഴിയുമ്പോൾ പരസ്യങ്ങൾ കൂട്ടിക്കൊടുത്തു, ലീഡ്സുകൾ കൂടി വന്നു. ഒരു സ്റ്റാഫിനെ ഞാൻ അതിന് വേണ്ടി വെച്ചു. അങ്ങനെ എൻ്റെ ബിസിനസ് ഇപ്പൊ പ്രതിമാസം 2 ലക്ഷവും അതിനേക്കാൾ മുകളിൽ എനിക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ബിസിനസ്സിൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടാക്കിയ ആ 3 സീക്രട്ട് എന്താണെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഓക്കെ, താങ്ക് യു. പറയാം. നമ്പർ 1, റിസ്ക്. നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, അത് ഏത് ബിസിനസ്സുമാകട്ടെ, ഏത് പ്രോഡക്റ്റ് വിൽക്കുന്നവനായാലും, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അന്നായിരിക്കും നിങ്ങളുടെ ഇൻകം വരാൻ തുടങ്ങുക. അതിന്റെ തെളിവ് ഞാനാണ്. റംസാൻ വരുന്നതിന് മുമ്പ് മദ്രസ ലീവ് കിട്ടുന്ന സമയമാണ്. ഞാനൊരു പരസ്യം കൊടുത്തു, മദ്രസ അധ്യാപകന്മാർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെ പറഞ്ഞ് ഒരു ആഡ്, കുടുത്ത കമ്മീസ് തുടങ്ങിയ ഐറ്റംസിന്റെ. 2 ആഴ്ചക്കാലം എൻ്റെ ഷോപ്പിൽ ഫുള്ളായിട്ട് കസ്റ്റമറായിരുന്നു. മദ്രസ വിദ്യാർത്ഥികൾ വരുന്നു, പ്രോഡക്റ്റുകൾ വാങ്ങുന്നു. അതിന്റെ ശേഷം റംസാനാണ് വന്നത്. ആ റംസാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഡയമണ്ട് എടുത്ത സമയമാണ്, ഒരു പൈസയുമില്ല. പക്ഷേ അന്ന് ഞാൻ അവിടെ തീരുമാനിച്ചു, ഇപ്പോൾ ഒരു റിസ്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നും ഫ്രണ്ട്സുമാരിൽ നിന്നും 7 ലക്ഷത്തോളം കടമെടുത്തു. എന്നിട്ട് എൻ്റെ ഷോപ്പിൽ പ്രോഡക്റ്റുകൾ ഞാൻ സ്റ്റോക്ക് ചെയ്തു. അങ്ങനെ റംസാൻ വന്നു. കഴിയുന്ന പരമാവധി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൂടെ പരസ്യങ്ങൾ കൊടുത്തു. റംസാൻ കഴിയുമ്പോഴേക്ക് എൻ്റെ കയ്യിൽ വന്നെത്തിയത് 17 ലക്ഷമായിരുന്നു. ഇതുപോലെ നിങ്ങളും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, കഴിഞ്ഞില്ല, റംസാൻ കഴിഞ്ഞു, മദ്രസ തുടങ്ങാനുള്ള സമയമായി. അപ്പോഴും ഞാൻ മദ്രസയുടെ യൂണിഫോം, ബാഗ്സ്, ബുക്സ് തുടങ്ങിയ അതിൻ്റെ ഒരു പരസ്യം കൊടുത്തു. ആ പരസ്യം കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു എനിക്ക് കസ്റ്റമേഴ്സുകൾ കിട്ടിയത്. 3 ആഴ്ചത്തോളം ഫുൾ കസ്റ്റമറായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ഇത് സാധിക്കും. സീക്രട്ട് നമ്പർ 2, ഫോക്കസ്. നിങ്ങൾ ഏത് പരസ്യം കൊടുക്കുകയാണെങ്കിലും, ഏത് പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിലും ഫോക്കസ് ചെയ്ത് പരസ്യം കൊടുത്താൽ നിങ്ങൾക്കതും സാധിക്കും. ഞങ്ങൾ കൊടുക്കുന്ന പരസ്യങ്ങൾ, ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൊല്ലം മുഴുവനും നിങ്ങൾക്ക് ഒരു സീസണായി മാറ്റാം. ഓരോ വരുന്ന സീസണുകൾ അതതിനെ മാത്രം ഫോക്കസ് ചെയ്ത്, റംസാൻ വരുമ്പോൾ ആ ഒരു മാസം റംസാൻ മാത്രം. ഈ സ്കൂൾ ഓപ്പൺ ആവുന്ന സമയത്ത് ഇപ്പൊ ഈ സ്കൂൾ തുറക്കുന്ന സമയമാണ്. എൻ്റെ പരസ്യം സ്കൂൾ ബാഗ്, ബുക്സ് തുടങ്ങിയ ഐറ്റംസുകൾ പരസ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാത് സമയത്ത് അതാത് പരസ്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ പരസ്യങ്ങളിൽ ഫോക്കസ് വേണ്ടത്. സീക്രട്ട് നമ്പർ 3, ആക്ഷൻ. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിലും, ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും
നിങ്ങൾ ഓഫർ കൊടുക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക. ഓഫറുകൾ കൊടുക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കി വീഡിയോ ആഡ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ജനങ്ങൾക്ക് ഞങ്ങളെ പ്രോഡക്റ്റിന് എത്തിക്കുക. ഞങ്ങളുടെ ഐറ്റംസ് എന്താണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റിമറിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പരസ്യങ്ങൾ ചെയ്താൽ, ഞാൻ ഈ പറഞ്ഞ 3 സീക്രട്ട്, റിസ്ക്, ഫോക്കസ്, ആക്ഷൻ, ഇത് നിങ്ങൾ ഒരു അറിവും ഒരു ടെക്നിക്കുകളും ഒന്നുമില്ലാത്ത എനിക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ കഴിയും പ്രാപ്തിയും വീഡിയോയും ആഡും ചെയ്യാൻ എല്ലാം കഴിയുള്ള ഈ AI-യുടെ പുതിയ കാലത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ ബിസിനസ്സിന് ഗ്രോത്തിന് വേണ്ടി സഹകരിച്ച ഡോക്ടർ വിപിൻ സാറിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഓരോ കാര്യം കേവലം ബിസിനസ് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഫാമിലി മാറ്റർ ആണെങ്കിലും സാറിൻ്റെ ഓരോ ക്ലാസ്സുകൾ അത് വ്യത്യസ്തമാണ്. എല്ലാം പഠിക്കാൻ സാധിക്കുന്നു. സാറിന് നന്നറിയിക്കുന്നു ഈ സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻറ്റ്, ഞങ്ങളുടെ ഉള്ളിൽ പവർ ഉണ്ട്, ഞങ്ങൾ എല്ലാത്തിനും സാധിക്കും എന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തന്ന ഷാലു മാമിന് താങ്ക് യു പറയുന്നു. അതുപോലെ പരസ്യം കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത പ്രിയ മാം, ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത സുരഭി മാം, അതുപോലെ ഈ JJ സക്സസ് ഈ മന്ത്ര ടീമിലുള്ള ശരണ്യ മാം, സൽമ മാം, രേഷ്മ മാം, വിമൽ സാർ തുടങ്ങിയ എല്ലാ ഈ ടീമിലുള്ള അംഗങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദികളും അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.